ആദിത്യ ധർ സംവിധാനം ചെയ്ത് രൺവീർ സിംഗ് നായകനായി എത്തിയ ദുരന്തർ ദി റിവഞ്ച് അഥവാ ദുരന്തർ 2 എന്ന ബോളിവുഡ് ചിത്രം ബോക്സ് ഓഫീസിൽ കോടികൾ വാരി ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് കുതിക്കുകയാണ്. 3 മണിക്കൂറും 44 മിനിറ്റുമാണ് ഈ സിനിമയുടെ ദൈർഘ്യം. സാധാരണഗതിയിൽ ഇത്രയും നീളമുള്ള ഒരു സിനിമ കണ്ടിരിക്കാൻ പ്രേക്ഷകർക്ക് മടുപ്പുണ്ടാകേണ്ടതാണ്. എന്നാൽ ഒരു നിമിഷം പോലും ലാഗ് അടിക്കാതെ രോമാഞ്ചത്തോടെയാണ് ഇന്ത്യൻ പ്രേക്ഷകർ ഈ ചിത്രം നെഞ്ചിലേറ്റിയിരിക്കുന്നത്. സിനിമയിലെ മേക്കിങ്ങിലോ BGMിലോ അഭിനേതാക്കളുടെ പ്രകടനത്തിലോ ഒന്നും തന്നെ യാതൊരു കുറ്റവും കണ്ടുപിടിക്കാൻ കഴിയാതെ വന്നപ്പോൾ അതുപോലെ തന്നെ ചിലർ ഒരു സ്ഥിരം കാർഡ് ഇറക്കിയിട്ടുണ്ട്, പ്രൊപ്പഗണ്ട. സിനിമ കണ്ട തിയേറ്ററുകളിൽ കൈയടികൾ ഉയരുമ്പോൾ പുറത്ത് ചിലരുടെ വിലാപങ്ങളും നിലവിളികളുമാണ് കേൾക്കുന്നത്. ഈ വിലാപ സംഘത്തിന്റെ മുൻനിരയിലുള്ളത് മറ്റാരും തന്നെയല്ല, സാക്ഷാൽ പ്രകാശ് രാജാണ്. ഈ വിഷയത്തിൽ എന്താണ് പ്രകാശ് രാജിന്റെ ദീനരോധനങ്ങളെന്ന് നമുക്ക് നോക്കാം. രാഷ്ട്രീയത്തിന്റെ കാര്യം എടുത്താൽ പ്രകാശ് രാജ് എക്കാലത്തും വെറും വായ്ത്താരികൾ മാത്രം മുഴക്കുന്ന ഒരാളാണ്. സിനിമയിൽ അദ്ദേഹം മികച്ചൊരു നടനായിരിക്കാം, എന്നാൽ രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഒരു തികഞ്ഞ പരാജയമാണ്. ഇലക്ഷനിൽ നിന്ന് പരാജയപ്പെട്ടുകൊണ്ട് മാത്രമല്ല ഇത് പറയുന്നത്, രാഷ്ട്രീയത്തിന്റെ ABCD ഈ മനുഷ്യൻ അറിയില്ല എന്നുള്ളതാണ് സത്യം. രാഷ്ട്രീയമായി ഒരു വിമർശനം പോലും ഉന്നയിക്കാൻ അദ്ദേഹത്തിന് അറിയില്ല. എന്തൊക്കെ പറഞ്ഞാലും പ്രധാനമന്ത്രി രാജിവെക്കണം എന്ന് ചിലർ പറയാറില്ലേ, അതുപോലെയാണ് പുള്ളിയുടെ ഒരു വിമർശനത്തിന്റെ ഒരു ലൈനൊക്കെ. വെറുതെ പറയുന്നതല്ല. കുറച്ച് വർഷങ്ങൾ മുമ്പ് സുബ്രഹ്മണ്യൻ സ്വാമിയുമായി നടന്ന അദ്ദേഹത്തിന്റെ ഒരു സംവാദമുണ്ട്. യൂട്യൂബിൽ ഇപ്പോഴും അത് കാണാൻ കഴിയും. സുബ്രഹ്മണ്യൻ സ്വാമി ഉന്നയിച്ച ഒരു വാദത്തിന് മറുപടി പറയാൻ പ്രകാശ് രാജിനെ കൊണ്ട് അന്ന് കഴിഞ്ഞിട്ടില്ല. എല്ലാത്തിനും അദ്ദേഹത്തിന്റെ മറുപടി നരേന്ദ്രമോദി ചീത്തയാണ്, BJP ഇച്ചിച്ചി പാർട്ടിയാണ്, സംഘികളുടെ തലയിലെല്ലാം ചാണകമാണ്, സൈബർ സഖാക്കളുടെ നിലവാരത്തിലുള്ള പ്രതികരണങ്ങൾ മാത്രമായിരുന്നു. വസ്തുനിഷ്ഠമായി ഒരു വിമർശനമോ ആക്ഷേപമോ ഉന്നയിക്കാൻ ആ ചർച്ചയിൽ പ്രകാശ് രാജിന് കഴിഞ്ഞിട്ടില്ല. അന്ന് മുതൽ ഇന്ന് വരെ മോദി സർക്കാരിന്റെ നയങ്ങളെ വസ്തുതാപരമായി വിമർശിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. പഴയകാല കമ്മ്യൂണിസ്റ്റ് ശൈലിയിലുള്ള കുറെ സ്ഥിരം ഡയലോഗുകളുണ്ട്, അല്ലെങ്കിൽ കുച്ച് ബി എന്നൊരൊറ്റ ഡയലോഗ് കൊണ്ട് എതിരാളികളുടെ വായടപ്പിക്കാമെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ധാരണ. ഇദ്ദേഹം ഈ ചർച്ചയിൽ കുച്ച് ബി എന്ന് ഒരു വട്ടം പറയുമ്പോൾ കൈയടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ ടെക്നിക്ക് പിടികിട്ടി എന്നൊരു രീതിയിൽ ഈ കുച്ച് ബി പിന്നെ ആ ചർച്ചയിൽ ഒരു 10,000 വട്ടം വീണ്ടും പറയും. അതിനുശേഷം വന്ന ഇലക്ഷനിൽ കുച്ച് ബി എന്ന വാക്കിന്റെ അർത്ഥം പ്രകാശ് രാജ് നന്നായി മനസ്സിലായി. 8 നിലയിൽ അങ്ങ് പൊട്ടി. ഇപ്പോൾ ദുരന്തർ 2 ഇറങ്ങി മികച്ച തിയേറ്റർ റെസ്പോൺസ് നേടി മുന്നേറുമ്പോൾ ഇതാ വീണ്ടും ഹാലിളകി ഇറങ്ങിയിരിക്കുകയാണ് പ്രകാശ് രാജ്. ചിത്രം കണ്ടിട്ട് തെലുങ്ക് സൂപ്പർ താരങ്ങളായ അല്ലു അർജുൻ, രാം ചരൺ, ജൂനിയർ NTR തുടങ്ങിയവർ രൺവീർ സിംഗിനെയും സംവിധായകനെയും വാനോളം പ്രശംസിച്ചു. ഇത് പ്രകാശ് രാജിന് തീരെ ദഹിച്ചില്ല. ഉടനെ വന്നു എക്സ് അക്കൗണ്ടിൽ അദ്ദേഹത്തിന്റെ വക ഒരു പോസ്റ്റ്. ദുരന്തർ 2 പോലൊരു പ്രൊപ്പഗണ്ട ചിത്രത്തെ ദക്ഷിണേന്ത്യൻ താരങ്ങൾ പിന്തുണയ്ക്കുന്നത് വെറും കടപ്പാടുകൾ കൊണ്ടാണെന്നും കടപ്പാടുകളുടെ ലക്ഷണം തെക്കോട്ടും വ്യാപിക്കുന്നു എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസം. അതായത് തെലുങ്ക് താരങ്ങളുടെ അവരുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി നരേന്ദ്രമോദിയുടെയും BJP സർക്കാരിന്റെയും ചെരുപ്പ് നക്കുന്നു എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അത് അങ്ങനെ തന്നെ പറഞ്ഞാൽ പിന്നീട് തെലുങ്ക് സിനിമയിൽ നിന്ന് അവസരങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലോ, അതുകൊണ്ട് ഒരു മയത്തിൽ പറഞ്ഞെന്ന് മാത്രം. പക്ഷെ ഈ സിനിമയിൽ എന്താണ് യഥാർത്ഥത്തിൽ പ്രൊപ്പഗണ്ട എന്ന് ചൂണ്ടിക്കാണിക്കാൻ മാത്രം അദ്ദേഹത്തിന് കഴിയുന്നില്ല. അദ്ദേഹത്തിനൊന്നല്ല, ദുരന്തർ 2 വിമർശകർക്ക് ആർക്കും കഴിയുന്നില്ല. നരേന്ദ്രമോദിയെ 2 മിനിറ്റ് സ്ക്രീനിൽ കാണിച്ചാൽ ഉടനെ അത് പ്രൊപ്പഗണ്ടയാകുമോ? അതെന്ത് പ്രൊപ്പഗണ്ടയാണ്? ഈ പ്രൊപ്പഗണ്ട എന്ന് കുറച്ച് ചാടുന്നവരോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. PK, ബജ്രംഗി ഭായ്ജാൻ, അതുപോലെ മാസ് മസാല സ്പൈ സിനിമകളായിട്ടുള്ള പഠാൻ, ഏക്ത ടൈഗർ തുടങ്ങിയ ബോളിവുഡ് സിനിമകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇത്തരം സിനിമകളിലൊക്കെ പാകിസ്ഥാനികളെയും അവിടുത്തെ പട്ടാളക്കാരെയും ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെയൊക്കെ വളരെ നല്ലവരും നിഷ്കളങ്കരുമായിട്ടൊക്കെയാണ് ചിത്രീകരിക്കുന്നത്. അന്ന് അതൊന്നും ആർക്കും പ്രൊപ്പഗണ്ടയായി തോന്നിയില്ലല്ലോ. അതെന്താണ്? അപ്പൊ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വേണ്ടി രാപ്പകൽ ഭേദമില്ലാതെ പണിയെടുക്കുന്ന അജിത് ഡോവലിനെ പോലെയുള്ള ഉദ്യോഗസ്ഥരെ കുറിച്ചോ, രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച പുറം ലോകം അറിയാത്ത അജ്ഞാതരായ പോരാളികളെ കുറിച്ചോ ഒരു സിനിമ എടുത്താൽ അത് നിങ്ങൾക്ക് പ്രൊപ്പഗണ്ടയാകുമല്ലേ? അത് വല്ലാത്തൊരു പ്രൊപ്പഗണ്ടയാണല്ലോ. പാകിസ്ഥാനികളെ വെള്ളപൂശുന്നത് മതേതരത്വവും ഇന്ത്യൻ ഇന്റലിജൻസിന്റെ വീരഗാഥകൾ പറയുന്നത് പ്രൊപ്പഗണ്ടയുമായി മാറുന്ന ഈ ഇരട്ടത്താപ്പ് പൊതുസമൂഹത്തിന് കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. അത് നിങ്ങൾ ഓർക്കണം. കേന്ദ്രത്തിൽ വീണ്ടും BJP വരുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇവിടെ വർഗീയത പൂത്തുലയുന്നത് കൊണ്ടല്ല, നിങ്ങളുടെയൊക്കെ ഈ ഇരട്ടത്താപ്പ് കൊണ്ട് തന്നെയാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ദുരന്തർ 2 പ്രൊപ്പഗണ്ടയാണെന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് നടന്ന സിനിമയിൽ കാണിക്കുന്ന യാഥാർത്ഥ്യങ്ങളെയാണ് കണ്ണടച്ചിട്ടാക്കാൻ നോക്കുന്നത്. സിനിമയിൽ പറയുന്ന കാര്യങ്ങൾ സാങ്കല്പികമാണോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. പാകിസ്ഥാന്റെ തീവ്രവാദ കയറ്റുമതി, പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് തീവ്രവാദികളെ അയക്കുന്നത് ഒരു കെട്ടുകഥയാണോ? മുംബൈയിൽ വന്ന് 100 കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കിയതും പാർലമെന്റ് ആക്രമിച്ചതും വിമാനം റാഞ്ചി കാണ്ഡഹാറിൽ കൊണ്ടുപോയ നാണക്കേടൊന്നും നമ്മൾ മറന്നിട്ടില്ലല്ലോ. ഇതിനൊക്കെ എന്ത് തിരിച്ചടിയാണ് നമ്മൾ നൽകിയിട്ടുള്ളത്? കള്ളനോട്ടും സാമ്പത്തിക ഭീകരവാദവും. 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ കടകളിൽ വെളിച്ചത്ത് പിടിച്ചു വെച്ച് കള്ളനോട്ടാണോ എന്ന് പരിശോധിച്ചിരുന്ന ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ ഇവിടെ കള്ളനോട്ടുകൾ ഇറക്കി സാമ്പത്തിക ഭീകരവാദം നടത്തിയിരുന്ന സത്യമല്ലേ? എന്നാൽ ഇപ്പോൾ അതില്ല. കാരണം ഡിജിറ്റൽ കറൻസിയാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. നോട്ട് നിരോധനത്തിന്റെ പ്രഹരം 2016 നരേന്ദ്രമോദി സർക്കാർ നോട്ട് നിരോധനം നടപ്പിലാക്കിയതോടെ ഇന്ത്യയിലെ കള്ളപ്പണ മാഫിയയുടെയും റിയൽ എസ്റ്റേറ്റ് ഊഹക്കച്ചവടക്കാരുടെയും കൂമ്പൊടിഞ്ഞു. പാകിസ്ഥാന്റെ കള്ളനോട്ട് ഫാക്ടറികൾ പൂട്ടേണ്ടി വന്നു.
ആ തകർച്ചയിൽ നിന്ന് പാകിസ്ഥാന് ഇന്നും കരകയറിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. യു പിയിലെ ജംഗിൾ രാജും ആത്തിഖ് അഹമ്മദും. ഉത്തർപ്രദേശ് ഒരു കാലത്ത് ഗുണ്ടകളുടെയും മാഫിയകളുടെയും സ്വന്തം നാടായിരുന്നു. പാക് ചാര സംഘടനയായിട്ടുള്ള ISIയുമായി വരെ ബന്ധമുള്ള 100-ലധികം കേസുകളുള്ള ആത്തിഖ് അഹമ്മദ് എന്ന കൊടും ക്രിമിനലിനെ ഒടുവിൽ പോലീസ് നോക്കി നിൽക്കെ ചിലർ വെടിവെച്ച് അങ്ങ് തീർത്തു. ഇതേ കഥാപാത്രത്തെ സിനിമയിൽ കാണിക്കുമ്പോൾ അതെങ്ങനെയാണ് പ്രൊപ്പഗണ്ടയാകുന്നത്? അജ്ഞാതർ അറിയായിരിക്കുമല്ലോ. അടുത്ത കാലത്തായി പാകിസ്ഥാനിൽ ഒളിവിൽ കഴിയുന്ന ഇന്ത്യ വിരുദ്ധ ഭീകരർ അജ്ഞാതരുടെ തോക്കിനിരയാകുന്ന വാർത്തകളൊക്കെ നമ്മൾ സ്ഥിരമായി കേൾക്കുന്നുണ്ട്. ഇന്ത്യയുടെ ശത്രുക്കൾ അവർ എവിടെയാണെങ്കിലും അവരെ തേടിപ്പിടിച്ചില്ലാതാക്കുന്ന ആ യാഥാർത്ഥ്യങ്ങളാണ് ഈ സിനിമയുടെ കാതലായിട്ടുള്ള ഒരു തീം. ഇതൊന്നും തന്നെ സാങ്കല്പികമല്ല. പഞ്ചാബിലെ മയക്കുമരുന്ന് മാഫിയയും രാഷ്ട്രീയക്കാരുടെ അവിശുദ്ധ കൂട്ടുകെട്ടുകളും കശാപ്പുശാലകൾ വഴിയുള്ള കള്ളപ്പണം വെളുപ്പിക്കലുമൊക്കെ ഈ രാജ്യത്ത് നടന്ന പച്ചയായ യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. കേരളത്തിലെ PFI പോലുള്ള തീവ്രവാദ സംഘടനകളെ കുറിച്ച് ചിത്രത്തിൽ പറയുന്നുണ്ട്. അത് പ്രൊപ്പഗണ്ടയാണോ? അതാണോ പ്രൊപ്പഗണ്ട? പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച വാർത്തകളൊക്കെ വന്നിട്ട് അധികം കാലം പോലും ആയില്ലല്ലോ ഇത്ര പെട്ടെന്ന് ഇതൊക്കെ അങ്ങ് മറന്നു പോകാനായിട്ട്. വിനയന്റെ വാർ ആൻഡ് ലവ് പോലെയുള്ള സിനിമകൾ ഒരു സാങ്കല്പിക കഥയായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ഇതാരും പ്രൊപ്പഗണ്ടയാണെന്നൊന്നും പറഞ്ഞ് കരയാൻ വന്നില്ല. എന്നാൽ ദുരന്തർ അങ്ങനെയല്ല. അത് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെയാണ് സ്ക്രീനിൽ കാണിക്കുന്നത്. സത്യം മുഖത്ത് നോക്കി വിളിച്ചു പറയുമ്പോൾ നോവേണ്ടവർക്കൊക്കെ നന്നായിട്ട് തന്നെ നോവും. ആ നൊന്തിട്ടുണ്ട്. ആ വേദനയിൽ നിന്നാണ് ഇത്തരം കരച്ചിലുകളും വിലാപങ്ങളും ഉണ്ടാകുന്നതും. പ്രകാശ് രാജിനെയും ചില പ്രത്യേക അജണ്ടകളുള്ള സുഡാപ്പികളെയും കമ്മികളെയും പോലുള്ള ആളുകൾക്ക് ഈ സിനിമ ദഹിക്കില്ല. കാരണം അവരുടെ കപട മുഖംമൂടികളാണ് ഈ സിനിമ വലിച്ചു കീറുന്നത്. അവർ സോഷ്യൽ മീഡിയയിൽ കിടന്ന് പ്രൊപ്പഗണ്ട എന്ന് വിളിച്ച് കരയട്ടെ, അലമുറയിട്ട് കരയട്ടെ. യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന ഇന്ത്യൻ ജനത ഈ സിനിമയെ എക്കാലത്തെയും വലിയ ചരിത്ര വിജയമാക്കി മാറ്റിക്കഴിഞ്ഞു. ദുരന്തർ പോലുള്ള സിനിമകൾ ഇനിയും എടുക്കാൻ ബോളിവുഡിലെ സംവിധായകർക്ക് ഈ വിജയം ഒരു പ്രചോദനമായി മാറട്ടെ.